ഗായ്സ്, വെൽക്കം ടു ഡി വ്ളോഗ്സ്. അപ്പം നമ്മൾ ഇന്ന് വെഡ്ഡിങ് ഡ്രസ്സൊക്കെ എടുക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ആക്ച്വലി എനിക്ക് സുഖമില്ല. എൻ്റെ സൗണ്ട് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കോൾഡാണ് ഗൈസ്. അയ്യോ, നല്ല ജലദോഷവും ചുമയൊക്കെയാണ്. പിന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ വളരെ കുറവാണ്. എനിക്ക് ഒന്നാമത് സുഖമില്ല, സൗണ്ട് ഇല്ലായിരുന്നു. ഇന്നാണ് ഇപ്പോൾ കുറച്ചൊന്ന് ഓക്കെ ആയി വന്നത്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് പർച്ചേസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വീഡിയോസൊക്കെ അതിൻ്റെ ഒക്കെ ഇടാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ പെട്ടെന്ന് ബാക്കിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും കൂടെയാണ് കേട്ടോ പോയത്. പിന്നെ നമ്മുടെ കുഞ്ഞു കൃഷി ഉണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ രാവിലെ നല്ല നേരത്തെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. കാരണം കോഴിക്കോടേക്കാണ് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവലുണ്ട്. അപ്പം നേരത്തെ പോയാലല്ലേ നമുക്ക് കുറച്ച് നേരത്തെ തിരിച്ച് വരാൻ പറ്റും. സാധാരണ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങളിത് പറഞ്ഞാൽ നല്ല ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വെഡ്ഡിങ് ഡ്രസ്സൊക്കെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. പക്ഷേ കേസ് ഞങ്ങൾ ലേറ്റായി, നല്ലോണം ലേറ്റായി. എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് ഞങ്ങൾ ശരിക്കും കോഴിക്കോട് ഒരു 9:30-10 മണി ആ ഒരു സമയത്ത് കോഴിക്കോട് എത്തുന്ന രീതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയത് തന്നെ 10:30-ക്കാണ്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഒരു 12 മണി കഴിഞ്ഞിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ പോകുന്ന വഴിക്കാണ് നമ്മുടെ ഓഡിറ്റോറിയം വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. വെല്ലിയൂരാണ് കേട്ടോ വരുന്നത്. പേരാമ്പ്രയിൽ നിന്ന് കുറച്ചുകൂടെ പോകാനുള്ളൂ. അപ്പോൾ ഇതാണ് ഹിമയ കൺവെൻഷൻ സെൻറ്റർ. ഇവിടെ നിന്നാണ് കേട്ടോ എൻ്റെ കല്യാണം, അല്ല ഞങ്ങളുടെ കല്യാണം. അപ്പോൾ ഇതുവഴി പോകുന്നവർക്കൊക്കെ അറിയായിരിക്കും, റോഡ് സൈഡിൽ തന്നെയാണ്. അങ്ങനെ കോഴിക്കോട് എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ദാഹം കേട്ടോ, നല്ല ചൂടായിരുന്നു. അപ്പം നാരങ്ങാ സോഡ കുടിക്കണമെന്ന് വല്ലാത്തൊരു മോഹം. അങ്ങനെ നാരങ്ങാ സോഡയ്ക്ക് വേണ്ടി നോക്കി പോയപ്പോൾ റോഡ് സൈഡിൽ തന്നെ സംഭവം കിട്ടിയിട്ടോ. അങ്ങനെ അവിടെ തന്നെ വണ്ടി സൈഡാക്കി ഞങ്ങൾ സോഡ വാങ്ങിച്ചു. അതിങ്ങനെ പൊങ്ങി ഇങ്ങനെ വരുന്ന സോഡ വെച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ടതാ ഞങ്ങൾ സോഡയൊക്കെ കുടിച്ചു. ഞാനും ചേച്ചിയും മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ എനിക്കിത് കുറച്ച് എത്തുമ്പോഴത്തേക്കും എനിക്ക് മതിയാവും കേട്ടോ. അപ്പം ഞാനത് അച്ഛനും അമ്മയ്ക്കും ആർക്കെങ്കിലും കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഒന്ന് ഫുള്ള് കുടിക്കാൻ പറ്റില്ല എന്നങ്ങനെ ഞങ്ങൾ 2-3 എന്താണ്ട് വാങ്ങിച്ചു എന്ന് തോന്നുന്നു. അപ്പോഴേക്ക് ക്രിഷ് ബേബി എണീറ്റു കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഉറങ്ങിപ്പോയിരുന്നു. പിന്നെ എണീറ്റപ്പോൾ ഇങ്ങനെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷ പ്രകടനങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ നല്ല പാട്ടൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പാട്ട് കേട്ടാൽ ഇങ്ങനെ ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ശരിക്കും നമ്മൾ പോയത് ജാനുവരി 10-നാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ലേറ്റായി വീഡിയോ ഇടാനായിട്ട്. കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അത് കഴിഞ്ഞപ്പോഴേക്കാണെങ്കിൽ എനിക്ക് സുഖമില്ലാതെയും ആയി, സൗണ്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒന്നിനും വയ്യാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പോൾ ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് ഓക്കെ ആയി. സൗണ്ടൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിടാം. കാരണം കുറേ വീഡിയോസ് ഫോണിൽ പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ കോഴിക്കോട് ടൗണിലെത്തിയപ്പോഴേക്കും നല്ല ബ്ലോക്കായിരുന്നു. കുറച്ച് സമയം ബ്ലോക്കിലൊക്കെ കുടുങ്ങി. അങ്ങനെയും കുറച്ച് സമയം പോയി. അങ്ങനെ അവസാനം ഒരു 12 മണി കഴിഞ്ഞ ആ ഒരു സമയം തന്നെ ഞങ്ങൾ അവസാനം എത്തിയിട്ടോ. ഞങ്ങൾ നേരെ സിൽക്ക് മന്ദിറിലേക്കാണ് പോയത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്നായിരുന്നു ഡ്രസ്സ് എടുത്തത്. അപ്പോൾ അവരൊക്കെ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത്. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ സാരീൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് എനിക്കാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ വന്നിരുന്നു. അവർ നമുക്ക് ഏത് ടൈപ്പാണെന്നൊക്കെ ഫസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു. ഇങ്ങനെ എന്തെങ്കിലും കളർ ഉണ്ടോ, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളതാണോ നോക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ച് അവർ കുറച്ച് ടൈപ്പ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പോകുമ്പോഴേ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് മുമ്പേ എനിക്കൊരു കളറിനോട് എനിക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഒരു ഷെയ്ഡ് കിട്ടുകയാണെങ്കിൽ അതെടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതാണെന്ന് ഞാൻ എന്തായാലും ഇപ്പോൾ പറയുന്നില്ല, ബട്ട് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഗസ് ചെയ്യും, നമുക്ക് നോക്കാം. എൻ്റെ ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഒട്ടുമിക്കതും നോക്കുന്നത് ആ ഒരു ഷെയ്ഡിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും നിങ്ങൾ ഗസ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ സാരീസൊക്കെ നോക്കി. കോൺട്രാസ്റ്റും 2 ടൈപ്പും നോക്കി കേട്ടോ. അപ്പോൾ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്കിഷ്ടമായി. അങ്ങനെ കുറച്ച് 2-3 സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി കേട്ടോ. ഫസ്റ്റ് ഞാനിതാ ഈ ഒരു സാരിയാണ് കേട്ടോ സെറ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ എനിക്ക് സെറ്റ് ചെയ്ത് തരുന്ന സമയത്ത് എൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു കുട്ടിക്കും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറേ ഇങ്ങനെ മാറി വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. കുറേയൊന്നുമില്ല, കുറച്ച്. അപ്പോൾ ഇതിലേത് സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് പറയണം കേട്ടോ. പിന്നെ ഞാൻ
ഏതായിരിക്കും എടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. എന്തായാലും ഞാനിതിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ എടുത്ത സാരി. അപ്പോൾ ഇപ്പോഴേ പറഞ്ഞാൽ ആ ഒരു സസ്പെൻസ് അങ്ങോട്ട് പോവില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാത്തത്. എന്തായാലും എൻ്റെ കല്യാണത്തിൻ്റെ അന്നുള്ള ലുക്ക് നിങ്ങൾ കണ്ടാൽ മതി, ആ ഒരു ലുക്കിൽ കണ്ടാൽ മതി എന്നുള്ള എനിക്കൊരാഗ്രഹം. ചിലപ്പോൾ മനസ്സിലായാൽ കുഴപ്പമില്ല, നിങ്ങൾ ഗസ് ചെയ്തോ, പക്ഷേ ഞാൻ പറയില്ല. അപ്പോൾ അതാ അങ്ങനെ കുറച്ച് സാരിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് നോക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിലതൊക്കെ കൺഫ്യൂഷൻ ആയിപ്പോയിട്ടോ ഏതെടുക്കണം എന്നുള്ളത്. പക്ഷേ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് ഇത് ഏതാണ് മാച്ച് ആവുന്നതെന്നൊക്കെ. അപ്പോൾ അവർക്കും എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള, എനിക്കും അവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു സാരിയാണ് ഞാൻ എടുത്തത്. എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആവില്ല കേട്ടോ. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ, എല്ലാവരും ഇഷ്ടമായെങ്കിൽ മാത്രമേ ഞാനും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവുമായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എനിക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു സാരി തന്നെയാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് എൻ്റെ സാരിയിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും ഞാൻ വിചാരിച്ച പോലെ തന്നെയുള്ള ഒരു സാരി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ട്രൈ ചെയ്തു. പിന്നെ ഞാനൊരു കോൺട്രാസ്റ്റിൽ വരുന്നൊരു സാരി കൂടെ ട്രൈ ചെയ്തു കേട്ടോ. ഈ ഒരു ടൈപ്പ് കോൺട്രാസ്റ്റിൽ വരുന്നത് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ചുമ്മാ നോക്കിയതാണ് കേട്ടോ. ഇതെനിക്ക് വലിയ അങ്ങോട്ടും ഇഷ്ടമായില്ല. എനിക്ക് കാണാൻ ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമായി, പക്ഷേ ഞാൻ ഈ ടൈപ്പ് ഞാൻ തീരെ വിചാരിച്ചൊന്നല്ല കേട്ടോ. ഞാൻ ചുമ്മാ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വെറുതെ വെച്ച് നോക്കിയാണ്, ഞാൻ സത്യം പറഞ്ഞു കേട്ടോ. എൻ്റെ സാരി നോക്കി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അശ്വീനെ വീഡിയോ കോൾ ചെയ്ത് തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാനുള്ള പണി ഞാൻ ചേച്ചിക്കായിരുന്നു കൊടുത്തത്. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ തന്നെ അശ്വിക്കും ഇഷ്ടമായി. പിന്നെ വീഡിയോ കോളിലൂടെ അവിടെ അമ്മയും ചേച്ചിയൊക്കെ കാണുന്നുണ്ടായിരുന്നു, അവർക്കും ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് ഹാപ്പിയായി, എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ എൻ്റെ സാരി ഫൈനലി കൺഫേം ആയി, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ നേരെ അമ്മയ്ക്ക് സാരി നോക്കാനായിട്ട് പോയി. അങ്ങനെ അവിടെ ഇരുന്ന് അപ്പോഴേക്കും സമയം എനിക്ക് തോന്നുന്നു 1 മണിയൊക്കെ കഴിഞ്ഞിരുന്നു തോന്നുന്നു കേട്ടോ, 1:30 ആയിരുന്നു. അപ്പോൾ കൃഷിന് ഞാനപ്പോൾ അടങ്ങിയിരിക്കാൻ വേണ്ടി ഞാനൊരു ഫോണിൽ ചുമ്മാ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാൻ കാർട്ടൂണൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം കേട്ടോ. അടങ്ങിയിരിക്കുന്നേ ഇല്ല, അവരിങ്ങനെ ഓടി നടക്കണം, ഒരുപാട് സ്ഥലമുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ഓടി നടക്കേണ്ടവർ, കളി തന്നെ കളി. അങ്ങനെ പിന്നെ കൂടുതലും അച്ഛനായിരുന്നു പണി, കൃഷ്ണനെ നോക്കേണ്ട പണി അച്ഛനായിരുന്നു. അങ്ങനെ നമ്മൾ സാരി നോക്കി തുടങ്ങിയപ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ സാരിയൊക്കെ എടുക്കണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ല വിശപ്പായി, ഉച്ചയായല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നേരെ നമ്മുടെ സിൽക്ക് മന്ദിറിൽ ഫുഡ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അതിനായിട്ട് പുറത്ത് പോകേണ്ട ആവശ്യമില്ല. അത് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് തന്നെ നമുക്ക് അവിടെ വെജും നോൺ വെജും ഒക്കെ അവൈലബിൾ ആണ്. അതായത് ബിരിയാണി ഉണ്ട്, സാധാ മീൽസ് ഉണ്ട്, ചോറുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാനും ചേച്ചിയും ബിരിയാണിയാണ് കഴിച്ചത്, അമ്മയും അച്ഛനൊക്കെ സാധാ ചോറാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കി നമ്മൾ വീണ്ടും സാരി നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അമ്മയ്ക്കാണ് പിന്നെ നോക്കിയത്. അമ്മയ്ക്ക് കുറച്ച് എണ്ണമൊക്കെ എടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായി, പക്ഷേ എന്തൊക്കെയോ പ്രശ്നം പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയിട്ടോ. അങ്ങനെ 2-3 എണ്ണമൊക്കെ സെലക്ട് ചെയ്ത് അമ്മയ്ക്കും സെറ്റ് ചെയ്ത് നോക്കി. പക്ഷേ അമ്മയ്ക്ക് എടുത്ത സാരി ഇതിൽ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിൽ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതല്ല കേട്ടോ എടുത്തത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മിററിൽ നോക്കി ചില കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഇത് 2 പേരും കൂടെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ അവരെയും വിളിച്ചുണർത്തി. പിന്നെ ഇത് ആ കാണുന്ന പിങ്ക് സാരിയില്ലേ, അതാണ് കേട്ടോ അമ്മയ്ക്ക് ഒരെണ്ണം എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ പോയി. എനിക്ക് ജസ്റ്റ് ഒന്ന് റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സൊന്ന് നോക്കി, അതായത് കല്യാണത്തിൻ്റെ തലേന്ന് ഇടാനുള്ള ഡ്രസ്സ് കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് നോക്കി. പക്ഷെ ഞാൻ ഈ ടൈപ്പ് അല്ല നോക്കിയത്, എനിക്കത് ഇഷ്ടമായില്ല. ഞാൻ ചുമ്മാ ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ, ഞാൻ എടുത്തില്ല. പിന്നെ അവിടുന്ന് അല്ലാണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ, അല്ലാണ്ട് നോർമലി വെയർ ചെയ്യാൻ പറ്റിയ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോഴേക്കും ഇതേ കൃഷ് ബേബി ഇവിടെ നിന്ന് ഓടിക്കളി തുടങ്ങി, എടുത്തിട്ട് നിൽക്കുന്നില്ല, അങ്ങനെ ഊരി പോയി കളിക്കുകയാണ് നിലത്തിറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അവിടെ നിന്ന് കോഫിയൊക്കെ കൊണ്ടു തന്നു. അതിന് മുമ്പ് രാവിലെ പോയ ഉടനെ ജ്യൂസൊക്കെ കൊണ്ടു തന്നിരുന്നു കേട്ടോ, അതൊക്കെ കുടിച്ചു. പിന്നെ കോഫി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചേച്ചിക്ക് എടുക്കാനായിട്ട് പോയി. അപ്പോൾ ചേച്ചിക്ക് 2-3 എണ്ണമൊക്കെ വെച്ച് നോക്കി, അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തു. അപ്പോൾ എൻ്റെയും അമ്മേൻ്റെയും സാരി സസ്പെൻസിൽ ഇട്ട സ്ഥിതിക്ക് ചേച്ചീൻ്റെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ, എന്തായാലും നമുക്ക് കല്യാണത്തിന് കാണാം. അതിനിടയ്ക്കിടെ കൃഷ് ബേബി കുരുത്തക്കേടൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതിൽ കൂടെ ഇങ്ങനെ ഓടി നടക്കുകയാണ് കേട്ടോ, പിടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ ജെൻസിൻ്റെ സെക്ഷനിലോട്ട് പോയി അച്ഛന് ഷർട്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മയ്ക്കും അച്ഛനും സെയിം കളറാണ് കേട്ടോ കല്യാണത്തിലേക്ക് എടുത്തിട്ടുള്ളത്.
വന്നത്. അപ്പോൾ കല്യാണത്തിന് അവർ മാച്ച് ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ അവിടെ നിന്ന് ഒക്കെ എടുത്തു, ജെൻസിൻ്റെ എടുത്തു. അങ്ങനെ നമ്മളിതാ ഇവിടെ കാണുന്ന ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. നമുക്ക് എല്ലാം ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ, ഇനിയും ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇന്നെന്തായാലും നടന്നില്ല. അങ്ങനെ നമ്മൾ രാത്രിയായിരുന്നു, നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കോഴിക്കോട് അൽബേക്കിലേക്ക് പോയി. അവിടുന്ന് ഫ്രൈഡ് റൈസാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് എന്തോ വെജ് ഫ്രൈഡ് റൈസാണ് ഇഷ്ടം. അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. പിന്നെ പെട്ടി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പോഴേക്കും ഇതേ കൃഷ് ബേബി അതിന് മേലെ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ബാക്കി ഷോപ്പിംഗ് വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ പുറകിലായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്താണ്, അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഉള്ളത് പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.